പ്രേക്ഷകരെ തിരുവനന്തപുരത്തേക്കാണ്. അവിടെയാണ് ചില ചടുലമായ നീക്കങ്ങൾ നടക്കുന്നത്. കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ബിജെപിയിൽ തിരക്കിട്ട കൂടിയാലോചന നടക്കുകയാണ്. ഹരിമോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരിമോഹൻ, എന്തായാലും ഒരു ട്വിസ്റ്റ് അതുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുകയാണ്. മേയറായി വി രാജേഷ് എത്തുകയാണെങ്കിൽ ശ്രീലേഖയ്ക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നൽകുന്നില്ല എന്നാണോ നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? നമുക്ക് വി രാജേഷിന്റെ ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് പറയാം. എന്നോട് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. വലിയ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം പേരിലേക്ക് എത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നോട് പാർട്ടിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. ഞാൻ ജില്ലാ പ്രസിഡന്റ് ഒന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം പറയാം. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ലല്ല, അത് എപ്പോഴാണ് നമ്മൾ ചിരിക്കാത്തതിനുള്ളത്? പിന്നെ നിങ്ങളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് വരാം. കണ്ടിട്ട് പറയാം. ഔദ്യോഗികമായി ആരും ഒന്നും അറിയിച്ചിട്ടില്ലെന്നാണ് വി രാജേഷ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, നിലവിൽ എന്തായാലും വി രാജേഷ് തന്നെ ആകുമെന്നുള്ളൊരു തീരുമാനമല്ലേ? അപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ശ്രീലേഖയ്ക്ക് നൽകുമോ? അതോ അതും നൽകിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും ശ്രീലേഖയെ സമാധാനിപ്പിക്കുക? ഒരു കാര്യം ഉറപ്പാണ് റോഷ്നി, അക്കാര്യത്തിൽ വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി BJP ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖ വരില്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പിക്കുക. അതിന് ചില സാമുദായിക സമവാക്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ പേരുകൾ രണ്ടും, അതായത് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് ആ രണ്ട് പേരുകൾ കൂടി ഒരുമിച്ച് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സമവായ ശ്രമമോ അനുനയ ശ്രമമോ ഒക്കെ ഉണ്ടായാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്കായിരിക്കും അത് പോവുക. അതല്ലാതെ മേയർ രാജേഷ് ആയാൽ ഡെപ്യൂട്ടി മേയർ ശ്രീലേഖ ആകില്ല. മറിച്ച് നേരെ തിരിച്ചാണെങ്കിലും അതങ്ങനെ വരില്ല. കാരണം വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ എന്നുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെയും ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും തീരുമാനമാണ് വരേണ്ടത്, ഔദ്യോഗിക തീരുമാനം. അത് മിക്കവാറും ദില്ലിയിൽ നിന്ന് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതിവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള പ്രഖ്യാപനത്തിൽ ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ട്വിസ്റ്റ് തന്നെ ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലത്തോടുകൂടി ശ്രീലേഖയുടെ പേര് മാറി അവിടെ വി രാജേഷിന്റെ പേരിന് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടു. പിന്നീട് രാജേഷിന് വേണ്ടി RSS ദേശീയ നേതൃത്വം BJP ദേശീയ നേതൃത്വവുമായി സംസാരിക്കുന്നു. അതിന് RSS സംസ്ഥാന നേതൃത്വമാണ് ഇതിന് എല്ലാ തരത്തിലുള്ള ചുക്കാൻ പിടിച്ചതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ രാജേഷിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രഖ്യാപനം മാത്രമാണ്. അതിനകത്ത് അവസാന മിനിറ്റിലെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. അതല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ, ഇനിയിപ്പോൾ കൂടുതൽ ട്വിസ്റ്റുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ അല്പം മുമ്പ് പുഞ്ചിരിച്ച് വളരെ സന്തോഷവാനായി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കയറിപ്പോയ വി രാജേഷ് തന്നെയാകും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടി ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. കാരണം BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്കും ഇപ്പോൾ രാജേഷിന്റെ പേരിനോട് വലിയ തരത്തിൽ ആഭിമുഖ്യമുണ്ടെങ്കിൽ പോലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഇപ്പോഴും വി രാജേഷിന്റെ പേരിനെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത്ര ദിവസവും ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരുന്ന പല നേതാക്കളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി, സംസ്ഥാന നേതാക്കളിൽ പലരും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ചില നീക്കങ്ങളുടെയൊക്കെ ഭാഗമായി രാജേഷിന്റെ പേര് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തന്നെ ഇടപെട്ട ചില നേതാക്കളുണ്ട്. അതായത് വി മുരളീധര പക്ഷത്തെയും കെ സുരേന്ദ്ര പക്ഷത്തെയും ഒക്കെ നേതാക്കൾ ഇതിനോടകം തന്നെ RSS സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BJP സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PL സന്തോഷുമായും ഒപ്പം JP നദ്ദയുമായും ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. വി രാജേഷിന്റെ പേര് തന്നെയാണ്, പാർട്ടിക്കാരൻ തന്നെ ആവണമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വി രാജേഷിന്റെ പേര് ഉയർത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ കാലത്ത് രാജേഷ് എങ്ങനെയാണ് കോർപ്പറേഷനിൽ BJPക്ക് വേണ്ടി സമരങ്ങൾ നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, മാത്രമല്ല തിരുവനന്തപുരം നഗരത്തെ കൈവെള്ളയിൽ എന്ന പോലെ കൊണ്ടു നടക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തലസ്ഥാന നഗരത്തെ അറിയാൻ കഴിയുന്ന രാജേഷ്, അങ്ങനെ രാജേഷിനെ മേയറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാടധികം അനുകൂല ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത് RSS നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു പ്രധാനമായിട്ടും ഈ BJP നേതാക്കൾ ചെയ്തത്. പക്ഷേ അതേസമയം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ അവിടെ ഉയർത്തി കാണിച്ചിരുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. അതായത് ശ്രീലേഖ ഒരു പ്രൊഫഷണലാണ്. കുറേ കാലം കൂടി, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട്, അതും സംസ്ഥാനത്ത് ആദ്യമായ ഒരു കോർപ്പറേഷൻ ഭരണം കിട്ടുന്നു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രൊഫഷണൽ വരണം, അതിനൊരു ജനകീയ മുഖം വരണം, അതിനൊരു രാഷ്ട്രീയ മുഖമല്ല വേണ്ടത് എന്നുള്ള നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതെല്ലാം തന്നെ അവസാന മണിക്കൂറുകളിൽ വെട്ടിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ മണിക്കൂറുകളിൽ, അതായത് രാവിലെ മുതൽക്ക് കണ്ട കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്നിപ്പോൾ വിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള കൗൺസിലർമാർ, അതുപോലെ പൂർണ്ണമായിട്ടും എല്ലാ കൗൺസിലർമാരും പങ്കെടുക്കുന്ന യോഗമൊന്നും അല്ലായിരുന്നു ഇന്ന്. പക്ഷേ ഇത് വി രാജേഷിന് ഇന്നിങ്ങോട്ടേക്ക് വരണം എന്നുള്ള കാര്യം ജില്ലാ അധ്യക്ഷൻ ആദ്യം മാരാർജി ഭവനിലേക്ക് വരണമെന്നും പിന്നീട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യോഗം മാറ്റുകയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള വി രാജേഷ്, കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് ജയിച്ച വി രാജേഷ് ഇതിൽ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തുകയും ചെയ്തു. രാജേഷും ശ്രീലേഖയും ഇപ്പോൾ ഒരേ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് നിലവിൽ തീരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ സമാന്തരമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്ന് നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടുന്ന കാര്യം. അതിനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതും. എന്തായാലും ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ച BJPക്ക് ആരാണ് മേയർ അല്ലെങ്കിൽ മേയറെ തീരുമാനിക്കുന്നതിന് ഒരുപാടധികം സമയം വേണ്ടി വന്നു. ആ സമയം എന്ന് പറയുന്നത് ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സമയമായിരുന്നു. അത് ആദ്യം രാജേഷിന്റെ പേര്, പിന്നീട് ശ്രീലേഖയുടെ പേര്, പിന്നീട് മറ്റു ചില പേരുകൾ, അതായത് RSS നേതൃത്വം ഉയർത്തി കാണിച്ച ചില പേരുകളുണ്ട്. രാജേഷ് അല്ലെങ്കിൽ RSSുമായിട്ട് നല്ല ബന്ധമുള്ള രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ജനകീയ മുഖമായിട്ടുള്ള നേതാക്കൾ ആരെങ്കിലും വരണം എന്നുള്ളൊരു ആവശ്യമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെ ഉന്നയിച്ച VG ഗിരികുമാർ അടക്കമുള്ള നേതാക്കളുടെ പേര്, ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾ കരമന ജയന്റെ പേര്, കരമന അജിത്തിന്റെ പേര് ഉയർത്തുന്നു. ഇങ്ങനെ പലതരത്തിൽ പേരുകൾ മാറി മാറി വരുന്നു. പക്ഷെ അവസാനം നിന്നതും ഈ രാജേഷ് ശ്രീലേഖ എന്ന് പറയുന്ന തുടക്കം മുതൽക്ക് കേട്ട ആ രണ്ട് പേരുകളിൽ തന്നെയാണ്. ആ രണ്ട് പേരുകൾ തന്നെ മാറി മാറി നേതൃത്വങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ RSS ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള കാരണം. അതായത് BJP സംസ്ഥാന നേതൃത്വത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് എന്ന് പറയുന്നത് ശ്രീലേഖ എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴും ആ പേരിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ പിന്നോട്ടേക്ക് പോയിട്ടില്ല. പക്ഷേ RSSനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന പേര് വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വയം ഒരു പേര് മുന്നോട്ട് വെച്ചുകൊണ്ട് ആ പേര് പ്രഖ്യാപിക്കാൻ എന്തായാലും സംസ്ഥാന അധ്യക്ഷന് കഴിയില്ല. അതിന് ദേശീയ നേതൃത്വം അനുവദിക്കുകയുമില്ല. അതാണ് ഇവിടെ കാര്യങ്ങൾ മാറ്റിമറിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് RSSുമായി അടുത്ത ബന്ധമുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കൾ ഒരാളായി വിലയിരുത്തപ്പെടുന്ന തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന BJP നേതാവായ വി രാജേഷിനെ തന്നെ RSS മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മാത്രമല്ല ഇന്നിപ്പോൾ RSSന്റെ പ്രാദേശിക നേതൃത്വവുമായി രാജേഷ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാളെ മേയർ തെരഞ്ഞെടുപ്പ് വരുന്ന പ്രഖ്യാപനം ഇന്ന് നടത്താനിരിക്കുകയാണ് രാജേഷ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത്. ആ കാര്യം രാജേഷ് നിഷേധിച്ചാൽ പോലും ഇന്ന് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വാസ്തവം. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വശത്ത് ശ്രീലേഖയുടെ വീട്ടിലേക്ക് നേരിട്ട് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പോയത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പോയത്. അവിടെ എത്തിക്കൊണ്ട് മറ്റൊരു തരത്തിലുള്ള പ്രതികരണത്തിലേക്കും പോകരുത്, പ്രഖ്യാപനം വരട്ടെ. അതായത് സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം അവിടെ ചില കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊരു പ്രഖ്യാപനം വരികയോ അല്ലെങ്കിൽ അദ്ദേഹം ആ തീരുമാനം എന്താണോ അതിവിടെ അറിയിക്കുകയോ ചെയ്യും. അതുവരെയുള്ള ഒരു പരസ്യ പ്രതികരണത്തിനും മുതിരരുത് എന്നുള്ള കാര്യം ശ്രീലേഖയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് അവരുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് VIP യോഗത്തിൽ പങ്കെടുക്കാനായി ശ്രീലേഖ എത്തിയത് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ നടക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ ശ്രീലേഖ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഒരു തരത്തിലും മാധ്യമങ്ങളുമായി സംസാരിക്കാൻ ശ്രീലേഖ തയ്യാറായിട്ടില്ല. ഇന്നലെയൊക്കെ തന്നെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള മാരാർജി ഭവനിൽ നടന്ന കരോൾ ഗാന പരിപാടികൾ, ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ തന്നെ നൃത്തം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ആവേശം സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച വ്യക്തി കൂടിയാണ് ശ്രീലേഖ. പക്ഷേ ഇന്ന് മുഖം അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരസ്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ വരാതെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളുടെ അടുത്തേക്ക് പോകാതെ മാറി നിന്ന വി രാജേഷ് ഇന്ന് പക്ഷെ വന്നത് അങ്ങനെയല്ല. ഇന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കാർ നിർത്തി മാധ്യമങ്ങൾക്കിടയിൽ കൂടെ അവരുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായും മറുപടി നൽകിയില്ലെങ്കിൽ പോലും സന്തോഷത്തോടുകൂടി ആനന്ദവാനായി മറുപടി നൽകിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന രാജേഷിനെയാണ് കണ്ടത്. അതായത് രണ്ടുപേരുടെ പ്രതികരണങ്ങളിൽ മാറ്റം വന്നു, മുഖഭാവങ്ങളിൽ മാറ്റം വന്നു. അതൊക്കെ തന്നെ സൂചനകളാണ്. പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രത്തോളം ട്വിസ്റ്റ് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. ആദ്യമായി കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ട് പോലും കൃത്യമായി ഒരു തരത്തിലുള്ള തീരുമാനവും എടുക്കാൻ BJPക്ക് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. അത് നിരന്തരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തീരുമാനമായി എന്നുള്ളത് BJP സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീലേഖ പോലും ഇത്തരത്തിലൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു കാണില്ല. കാരണം മുൻ DGP ശ്രീലേഖ മേയർ ആകുമെന്നായിരുന്നു ഇന്ന് രാവിലെ വരെ പുറത്തു വന്നിരുന്ന സൂചനകൾ. BJPയിൽ ഈ അവസാനഘട്ട ചർച്ചകളിലൊക്കെയും ശ്രീലേഖയുടെ പേരിനായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിൽ രാവിലേക്ക് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. കുറച്ചുപേർ അതിൽ വിയോജിപ്പ് അറിയിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു പ്രതീക്ഷ അത് എന്തായാലും ശ്രീലേഖയ്ക്ക് ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ശ്രീലേഖയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ അവരെ പരിഗണിക്കേണ്ടി വരും പാർട്ടിക്ക്. അതിപ്പോൾ നിയമസഭ
തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് മത്സരിക്കാനുള്ള അവസരം അങ്ങനെയൊക്കെ ആയിരിക്കുമോ ഇനിയിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുക? പ്രത്യേകിച്ച് ഈ മേയർ സ്ഥാനത്തേക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും 2 സ്ഥാനങ്ങളിലേക്കും വനിതകളെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ശ്രീലേഖയെ ഏത് തരത്തിൽ പാർട്ടി സമാധാനിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ചോദ്യം. റോഷ്നി ആദ്യം പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞു പോകാം. അതായത് ശ്രീലേഖ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കാരണം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. JP നദ്ദ പെട്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖരെ കാണണമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവിടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം അതായത് തിരുവനന്തപുരത്ത് നഗരത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അതായത് രാവിലെ തന്നെ ശ്രീലേഖ മുൻ DGP കൂടിയായ ശ്രീലേഖ രാവിലെ ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞ് ഗണപതി ഹോമം കഴിപ്പിച്ചു. അങ്ങനെ കുറേ രാവിലെ മുതൽ തുടക്കം മുതൽക്ക് തന്നെ വളരെ സന്തോഷത്തോടെ കൂടി തന്നെ ചില ഭക്തിമാർഗത്തിലൂടെ പോയിക്കൊണ്ട് വലിയ രീതിയിൽ ആക്റ്റീവായി നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഈ ഉച്ചയ്ക്ക് ഈ സംഭവം അറിഞ്ഞ ശേഷം പിന്നീട് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നോക്കിക്കാണേണ്ടത്. ശ്രീലേഖ അപ്പോൾ എല്ലാം അറിയുന്നുണ്ടായിരുന്നു, കൃത്യമായി ഒരു ആശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി റോഷ്നി ചോദിച്ച കാര്യം മറ്റേതെങ്കിലും നിലയിലേക്ക് പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീലേഖയുടെ അടുത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം അത് ചിലപ്പോൾ ഒരുപക്ഷെ BJPക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു അനുനയ ശ്രമമൊക്കെ ആയി ചെന്നത്. ഇപ്പോൾ അറിയുന്നൊരു വിവരപ്രകാരം ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റ് അതിലേക്ക് പരിഗണിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അതിലേക്ക് പരിഗണിക്കാൻ എത്രത്തോളം കഴിയുമെന്നുള്ളതിൽ ചെറിയ സംശയമുണ്ട്. കാരണം 50 പേരേ ഉള്ളൂ ഈ കൗൺസിലിൽ. അതിനിപ്പോൾ ഒരു സ്വതന്ത്രനെ കൂടി ചേർത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കിയാൽ പോലും ഒരാൾ അതിൽ നിന്നും മാറി നിന്ന് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ നിയമസഭയിൽ വിജയിക്കുകയാണെങ്കിൽ ആ കോർപ്പറേഷൻ ഭരണത്തിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തും. പക്ഷെ അത് പിന്നീടുള്ള കാര്യമാണ്. തൽക്കാലം ഒരു അനുനയ ശ്രമം എന്നുള്ള നിലയിലൊക്കെ ശ്രീലേഖ ഏതെങ്കിലും നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ പേര് വളരെ സജീവമായി നമുക്ക് കാത്തിരുന്നു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള യോഗങ്ങൾ, അതിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളത് അല്പസമയത്തിനകം തന്നെ ആ വിവരം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.